ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിഷ്ണു ജോഷി ബ്ലോഗ്സ്. അപ്പോൾ മൂന്നാർ എന്താണ് സർപ്രൈസ് അല്ലല്ലോ, എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ്ലി വന്ന മൂന്നാർ ട്രിപ്പ് നമ്മൾ സ്റ്റേ ചെയ്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് പോകാന്നൊക്കെ ഉള്ള പ്ലാനിൽ വന്നേക്കുവാണ്. എയർ ബലൂൺ അല്ലേ എന്നാലും പറയണ, എയർ ബലൂൺ തന്നെ. എയർ ബലൂൺ മറ്റേ മേളിലോട്ട് പോകണം, പാരച്യൂട്ട് പോലത്തെ സംഭവത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള കോൺടാക്ട്സിലോട്ട് വിളിക്കുമ്പോഴത്തേക്ക് അവർ കുറെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യണം. മോനെ നോക്കി ഓടിക്കണം കേട്ടോ, ഇവിടെ ചെറിയ ഇവിടെ ഗ്യാപ്പില്ല. അങ്ങനെ ട്രക്കിങ്ങും കാര്യങ്ങളും ഹോട്ട് ബലൂൺ ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ വ്ളോഗ്സ് ഒക്കെ. ഇത് പുതിയതായിട്ടൊന്നും ഞങ്ങൾ കാണിക്കണമില്ല. ഞങ്ങള് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കോ അത്, ഐ മീൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കോ അത്. ഈ ഒരു വലിയ വിവരവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അന്ന് എങ്ങനെ ഇരിക്കും അത്രേ ഉള്ളൂ. ആ ഒരു സീനിൽ വന്നേക്കുവാണ്. കുറെ നല്ല നല്ല സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മൂന്നാറിലെ മൂവന്തിയിൽ പാട്ട് ഞാൻ പാടുന്നില്ല. ഇത്ര അതിമനോഹരമായ വ്ളോഗിന്റെ ഇടയിൽ ഞാൻ പാട്ട് പാടി കൊള്ളവെക്കുന്നില്ല. ആൾക്കാർ ഇപ്പൊ തന്നെ ഓഫ് ചെയ്തിട്ട് പോകും. ആനച്ചാൽ സിപ്പ് ലൈനിലോട്ടുള്ള ഇതാണ് കണ്ടിട്ടുണ്ടിരിക്കണത്. എടാ നീ എന്താണിത്, മനുഷ്യന്റെ യൂണിഫോം എങ്ങനെയാണോ നീ ഉദ്ദേശിച്ചത്? ഞാൻ ഡ്രസ് എടുത്തിട്ടുണ്ടോ നിനക്ക് കൂടി വേണ്ടിയുള്ളത്? ഇതല്ലേ ഇത് ഒലീവ് ഗ്രീൻ. രമേശിന്റെ മേടിച്ചേ പറഞ്ഞില്ല തെണ്ടി. ഈ ഇങ്ങനത്തെ കളറിൽ കുറച്ചധികം ഡ്രസ് ഉണ്ട്, ഷർട്ട് ഉണ്ട്. അപ്പൊ ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഒലിവ് മാത്രം നിനക്ക് പിടിച്ചോളൂ. അത് എടുത്തപ്പോഴത്തേക്ക് ഓർത്തില്ല. അതുകൊണ്ട് നീ തൽക്കാലം ഇപ്പൊ ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലാണ്ട് എന്നാ പിന്നെ നീ ദൂരെയായിട്ട് നീ ഡ്രസ്സിലാണ്ട് ഓടിക്കണം. മറ്റേ എന്താണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥയായി പോയി ഇപ്പൊ. എന്റെ മറ്റേ രംഗണ്ണ പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് തുട്ട് വാങ്ങി എന്റെ വീട്ടിൽ താമസിച്ച് എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എന്നെ വിട്ടിട്ട് പോണോന്നല്ല. അതേപോലെ എന്റെ ഡ്രസ്സ് ഇട്ടിട്ട് അവന്റെ അഹങ്കാരം നോക്കണേ. ഇവനൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ കൊടുത്ത് എന്നെ പറഞ്ഞാൽ മതി. സംഭവം രസമാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ പോവാന്ന് ഡേയ്സ്. ഇവിടെ കുഴപ്പമുണ്ടായില്ല. എങ്ങനെയാണെങ്കിൽ വട്ടവട നാളെ കൊളുക്കുമല ഇതും കഴിഞ്ഞ് അറഞ്ചം പുറഞ്ചം ട്രക്കിംഗ് ആവാന്ന് എനിക്ക് പേടി. നമ്മളിപ്പോ ജിനു ചേട്ടൻ എന്റെ ഫ്രണ്ടാണ്. റാൻഡം ആയിട്ട് പുള്ളി വെറുതെ മെസ്സേജ് സ്റ്റോറിക്ക് എടാ എവിടെയാണെന്ന് ചോദിച്ചിട്ട് കണ്ട് ഓൺലൈനും കൂടി പേടിപ്പിക്കും. എനിക്ക് വണ്ടി വരുന്ന എനിക്ക് പേടി നീ കൊച്ചാക്കുമ്പോഴാണ്. ഓക്കെ, പറഞ്ഞു വന്നത് ജിനു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, സുഹൃത്താണ്. വെറുതെ പുള്ളി മെസ്സേജ് അയച്ചു എടാ എവിടെ ഉണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ മൂന്നാറുണ്ട്. അപ്പൊ തന്നെ പുള്ളി വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ വേറെ ഒന്നുമില്ല, അനന്തപുരം അറേഞ്ച് ചെയ്തു. ഇതേപോലെ ബലൂണിന്റെയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കാം. കറക്റ്റ് കോഴി. എന്താ ടൈമിങ്? കറക്റ്റ് ടൈമിങ്. ഷോട്ട് ഔട്ട്, ബിഗ് ഷോട്ട് ഔട്ട്. അപ്പൊ ഒങ്ങിപ്പോണേണല്ലോ, ഞാൻ കാട്ടിത്തരാം. കണ്ടോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ്, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല എന്ന് പറയുന്ന പോലെ എയർ ബലൂൺ. ഹായ് ഗൈസ്, നിങ്ങളിത് കാണുന്നുണ്ടോ? കാട്ടി കൊടുക്കുക. ഹോട്ട് എയർ ബലൂൺ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നിമിഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് വന്നത്. നമ്മുടെ അനന്ത് ബ്രോ പുള്ളിയാണ് അറേഞ്ച് ചെയ്യണത്. ജിനിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുള്ള ജിനിച്ചേട്ടൻ്റെ ഫ്രണ്ട് അല്ലേ? അതും ജിനിച്ചേട്ടൻ്റെ ഫ്രണ്ടാണ്. വിഷ്ണു, അതും വിഷ്ണു തന്നെയാണ്. ഇതിപ്പം നമ്മൾ കയറ് കെട്ടിയല്ലേ പറത്തണത്? പുറത്തൊക്കെ കയറില്ലാണ്ടല്ലേ പറത്തണത്? അതെന്താണത്? പുറത്തുനിന്ന് പറയുമ്പോൾ കാറ്റിന്റെ അനുസരിച്ചിരിക്കും. ഇതിപ്പോ കുറച്ച് കാറ്റും കൂടെ അടിച്ചു, ചെറിയൊരു കാറ്റ് മതി ഇതിനെ സ്ഥലത്തുനിന്ന് മാറിപ്പോകാം. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കയറി കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോളിൽ നിൽക്കില്ലേ. വേറെ സ്ഥലത്ത് ഇവിടുന്ന് ഇപ്പൊ ഈ ഗ്രൗണ്ടിൽ നിന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് നമുക്ക് ഒരു മലേരിയല്ലേ, അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് കാറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇതിന്റെ ഇപ്പൊ നല്ല കാറ്റുണ്ടെങ്കിൽ ഇത് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യം. ഇത് മറിയോ ചരിയോ കാറ്റുണ്ടെങ്കിൽ? കാറ്റുണ്ടെങ്കിൽ ഇത് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് നീങ്ങി പോകും. അപ്പൊ നമുക്ക് വേറെ സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. സേഫ് ആണ്. ഇതിപ്പോ ഈവൻ ഇപ്പൊ നമ്മൾ പൊക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു കാറ്റ് വന്നെങ്കിലോ നമ്മളപ്പോ തന്നെ താത്തും എയർ തീ കൊടുക്കുന്നില്ലേ, ആ ഫ്ലെയിം കൊടുക്കുന്നത് നമ്മൾ കുറയ്ക്കുമ്പോ കുത്തിപ്പൊട്ടി ചളിയാടോ, ചളി വാരി തെറിപ്പിക്കുവോ? അത് പെട്ടെന്ന് താത്താൻ പിന്നെ അതിന്റെ മേളില് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ആ സാധനം വലിക്കും, ആ കയറ് വലിക്കുമ്പോഴത്തേക്കും അതിന്റെ എയർ പുറത്തേക്ക് തള്ളും, പയ്യെ താഴ്ത്തി. ഇത് നടുക്കാണ്ട വള്ളിയാണോ? നടുക്കാണെന്ന ഒരു വള്ളിയുണ്ട്. നടുക്കാണെന്ന് നമ്മൾ തുടങ്ങിയിട്ട് 1.5 വർഷം. ഇതെങ്ങനെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നത്? 1500 രൂപ ഒരാൾക്ക് 1500 രൂപ. എത്ര നേരം ഇതിൽ നിൽക്കും? ഒരു 5 to 10 മിനിറ്റ്സ് ആയിരിക്കും ഒരു റൈഡ് വന്നത്. ചേട്ടൻ്റെ പേര്
അണ്ണ ഉங்களோட ನೇಮ್ കർണാടക ആണ്. ಚೆನ್ನಾಗಿದ. പിന്നെന്താണ് ಏನ್ ಸಮಾಚಾರ? ಅವಳು ಕನ್ನಡ ಕನ್ನಡ ಗೊತ್ತಿಲ್ವಾ? തമിഴ് தெரியுமா? എനിക്ക് കന്നഡ தெரியாது. പക്ഷെ ബാംഗ്ലൂരായിരുന്നു. നമ്മളിപ്പോൾ ഹോട്ട് എയർ ബലൂണിലാണ് നിങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോട്ട് എയർ ബലൂണിലെ കാഴ്ചകൾ. നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നില്ല. ക്യാമറമാൻ അശ്വത് ഉണ്ട്, ഭായ് ഉണ്ട്. ഭായ് आपका नाम क्या है? गाँव किधर भी? ഇതാണ് നമ്മളുടെ ഹോട്ട് എയർ ബലൂണിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ. ഇപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇറങ്ങി കഴിയാറായി. ഇറങ്ങി എത്തി. ഒരടിയും കിട്ടി. കുറച്ചും കൂടി പൊങ്ങിയിരിക്കുന്നു. പിന്നെയും പൊങ്ങിയിരിക്കുന്നു. ഇത് അടിപൊളിയാണ് എക്സ്പീരിയൻസ്. പക്ഷെ ഇതിവിടെ കുറച്ച് ചൂടുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ചൂട് കാറ്റും ഉണ്ട്. താഴത്തിലാണ് ചെയ്തിരിക്കുന്നു. അവിടെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യും. നമ്മൾ ഫ്ലൈ എടുത്തു ഇറങ്ങി. കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അയ്യോ ഭയങ്കര. പക്ഷേ പുറത്തുള്ളതൊക്കെ പോലെ ഇത് വിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയാണ്. പക്ഷേ ഇത് പറയണത് ലൈസൻസ് ഇട്ടിട്ടില്ല. അതിനുള്ള ലൈസൻസ് ഇല്ല. പിന്നെ അത് മാത്രമല്ല ഇവിടെ കാറ്റ് പെട്ടെന്ന് അടിക്കണമുണ്ട്. പിന്നെ ലാൻഡിങ് സ്പോട്ട് എല്ലായിടത്തും കൺട്രോളിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ലാൻഡിങ് സ്പോട്ട് എല്ലായിടത്തും ഇല്ല. അതുകൊണ്ട് ആണ് ഇവർ പുറത്തെ പോലെ ഈ റോപ്പ് വിട്ടിട്ട് ഫ്രീ ആയിട്ട് പറത്താത്തത്. ഒന്നാമത്തെ മെയിൻ സീൻ സിലിണ്ടർ തീർന്നു കഴിയുകയാണെങ്കിൽ പെട്ടുപോകും. സിലിണ്ടർ ഇവിടുന്ന് എറിഞ്ഞു തരും. 1 കിലോമീറ്റർ. എടാ 1 കിലോമീറ്റർ. ഒരു 100 മീറ്റർ എന്നല്ല പറഞ്ഞത്. എടാ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എത്രയെങ്കിലും ഉണ്ടാവുമോ? നമ്മളപ്പോൾ ഇപ്പോൾ സിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ള ബ്രോ, എന്താണ് താങ്കളുടെ പേര്? അമ്രാനൊരു ഹായ് കൊടുക്കുക. അമ്രാന് ഭയങ്കര നാണമാണെന്ന് തോന്നുന്നു. ക്യാമറ നമുക്ക് എന്താണ് ഒരു നാണമല്ല മാനമല്ല എന്നാണ് അംബ്രാദ് പറയുന്നത്. ബാക്കിൽ അശ്വത് ഉണ്ട്. പിന്നെ അറിയാലോ എല്ലാത്തിലുണ്ടെന്ന് ഒന്നുമില്ല. വിശക്കുന്ന ഒരു വയറും. ഞാൻ അവിടെ മേളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം സിപ്പ് ലൈൻ. ഇപ്പം നിങ്ങൾ തൽക്കാലം എന്നെ കണ്ട് നിങ്ങളങ്ങ് ആസ്വദിക്കുക. കാരണം സിപ്പ് ലൈനിലെ എസ്തെറ്റിക്സ് ഞാനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മച്ചാൻ പിന്നെയും വന്നിരിക്കുന്നു. പേരെന്താണെന്നുള്ളൂ ഞാൻ പിന്നെയും മറന്നു. എനിക്കങ്ങനെ ചെറിയൊരു അസുഖമുണ്ട്. പെട്ടെന്ന് പറഞ്ഞു ഇഷ്യൂ സോൾവ് ആക്കിയ. ഇതാണല്ലോ 1 കിലോമീറ്റർ. കറക്റ്റ് 1 മിനിറ്റ് മാക്സിമം. ഇവിടെ പിന്നെ ബ്ലോക്ക് ഇല്ലല്ലോ. വേറെ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് എത്തും. നടുക്ക് വെച്ച് ഇങ്ങനെ മറ്റേ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ അല്ല, ജസ്റ്റ് ഇപ്പൊ ആ കമ്പിയാടുണ്ട് ഏതെങ്കിലും ഒന്ന് ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെയൊക്കെ. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും വായുണ്ടെന്നാണ് എന്തെങ്കിലും വായിക്കുന്ന പറയരുത്. ഞാനും പോണിയാ ബ്രോ. നമ്മൾ ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ വെയിറ്റ് മേളിൽ നിൽക്കണോ? നമ്മളപ്പോൾ ഉള്ളത് സിപ്പ് ലൈനാണ്. സിപ്പ് ലൈൻ കയറാൻ പോവാണ്. അതൊന്ന് കാട്ടി കൊടുത്തേ ബ്രോ. അങ്ങോട്ടേക്ക് പോയിട്ടൊന്ന് നനങ്ങാവോ ഇവിടെ നിന്നൊന്നും. ആൾക്കാരെ കാട്ടാനല്ല, സിപ്പ് ലൈൻ കാട്ടാനാണ് പറഞ്ഞു. ഓക്കെ, നമ്മൾ കയറുകയാണ്. Bang.
പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഹോട്ട് എയർ ബലൂണിൽ കയറി, അത് കഴിഞ്ഞ് സിപ്പ് ലൈനിൽ പോയി കയറി. രണ്ടും അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ എല്ലാ 3-4 വ്ളോഗേഴ്സ് കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനിത് പുതുമയായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാനൊക്കെ ഇപ്പോഴാണ് വന്ന് ഇതൊക്കെ ചെയ്യണത് ഇത്ര നാൾ കൂടിയിട്ട്. അപ്പൊ ഇവന് 10, 30, 35, 33 വയസ്സിനടുത്തുണ്ട്. ഇവനൊക്കെ ഇപ്പോഴാണ് ഞാൻ നിരവധിയാണല്ലോ സത്യമേവ ജയഹേ എന്നൊക്കെ പറയണ പോലെ. എന്താ പറയാ, ഞാൻ ഇത്ര നാൾ കൂടിയിട്ട് ഇപ്പോഴാണ് ഇതൊന്നും ചെയ്യണത്. അപ്പൊ എന്നെ പോലെ ചെയ്യാത്ത കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ വന്ന് ചെയ്യുക, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മള് പണ്ട് ട്രാവൽ ചെയ്യാൻ മടിയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ഛർദിക്കും, കയ്യില് കാശും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും കാശില്ല. അപ്പൊ പയ്യെ നമ്മള് ഏതെങ്കിലും ഒക്കെ രീതിയിൽ അവിടെ നിന്ന് കിട്ടണത് എടുത്ത് ഇവിടെ റോൾ ചെയ്യാന്നുള്ള രീതിയിൽ വെച്ചിട്ട് ട്രാവൽ ചെയ്ത് ഇപ്പൊ വലിയ ട്രാവൽ വ്ളോഗർ എന്നുള്ള തോട്ടത്തും വന്നൊന്നുമില്ല. ആദ്യമായിട്ട് ഒരു വീഡിയോ എടുക്കുവാണ്. അപ്പൊ പക്ഷെ എന്റെ തോട്ടം എങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ നമ്മള് വലിയ രീതിയിൽ അങ്ങനെയൊക്കെ വളരണം, ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകണം, വ്ളോഗിങ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ. അതിനൊക്കെ നിങ്ങൾ കണ്ട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസ് ഒക്കെ വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളുടെ ഒരു ലോക്കൽ സെറ്റപ്പിൽ ആൾക്കാർ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടായിക്കടി, ലോക്കൽ സെറ്റപ്പിലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത് നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാൻ പറ്റും. ഞാനും ലോക്കൽ, എന്റെ കൂടെ ഉള്ള ആൾക്കാർ എല്ലാവരും ലോക്കൽസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ വന്നിട്ട് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് വന്നിട്ടില്ലെങ്കിൽ വരിക, ഇത് എക്സ്പീരിയൻസ് സമ്മതിക്കൂലല്ലോ. നിങ്ങളിത് വന്നിട്ടില്ലെങ്കിൽ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. ഹോട്ട് എയർ ബലൂൺ ആണെങ്കിലും, പക്ഷെ അത് പുറത്തത്തെ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പുറത്തത്തെ പോലെ കയറും ഇടത്തില്ല. കാരണം കാറ്റിന്റെ വ്യതിയാനം കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ പറന്നു പോകാന്നാണ് അവർ പറയുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ അത് ചെയ്യാനുള്ള ലൈസൻസും ഇല്ല. അപ്പൊ ഒരു കയറി കെട്ടിട്ട് നമ്മളെ പറത്തും. പക്ഷെ അവിടെ മേളിൽ ചെല്ലുമ്പോഴത്തേക്കും വാഹ എന്നൊന്നും പറയാനില്ലെങ്കിലും പക്ഷെ കാണുന്ന വ്യൂസ് അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സിപ്പ് ലൈൻ അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ 1 കിലോമീറ്റർ ആണ്. അതും മേളിലോട്ട് നോക്കുമ്പോഴും താഴത്തോട്ട് നോക്കുമ്പോഴും സൈഡൊക്കെ കാണുമ്പോഴും നല്ല എക്സ്പീരിയൻസാ. കുറച്ച് പേടിയുള്ളവരാണെങ്കിലും കയറി കഴിയുമ്പോഴത്തേക്കും അല്ല, നമ്മുടെ കൂടെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന കൊച്ചില്ലേ, എന്റെ കൂടെ ഒരു കൊച്ചു കയറി. 5 വയസ്സോ 4 വയസ്സോ ഉള്ളൂ. ആ കൊച്ചു പോണതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര പുള്ളിക്കാരത്തി ഭയങ്കര ധൈര്യവതിയാണ്. എന്താണ്, കൊച്ചു ബാഡിയാണ് അത്, കൊച്ചു ബാഡി. പക്ഷെ നിങ്ങൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര സേഫ് ആണ്. അത്രയൊക്കെ ഉള്ളു പറയുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ പേടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുമ്പോഴത്തേക്കും മറ്റേ സിന്ദഗി നാ മിലേഗി ദോബാര എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതില് ഹൃതിക് റോഷൻ വെള്ളത്തിനടി പോയിട്ട് കയറിയുമ്പോഴത്തേക്കും ഹൃതിക് റോഷന് ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ സാധനം നിങ്ങൾക്ക് കിട്ടും ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. പല കാര്യങ്ങളും എനിക്ക് ഇന്ന് സിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിലും ഹൈറ്റിനോടുള്ള പേടി അതൊന്നും എനിക്കില്ല. പടാ, വെറുതെ ഇല്ലാത്ത ഇവനെ ഹൈറ്റിന് പേടിയുണ്ട്, ഹൈറ്റോഫോബിക് ആണ് ഇവൻ. അങ്ങനെയൊക്കെ അങ്ങനെ ഫോബിക് ഉണ്ടെന്നല്ല. പക്ഷെ ഒരുപാട് ഹൈറ്റ് കയറുമ്പോ തമാശ മാറ്റുന്നതിലൂടെ ഇവന് ഇതേപോലെ കുറച്ച് ഹൈറ്റ് പേടിയുള്ളതാണ്. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത്ര പേടി എനിക്ക് പേടിയുടെ അല്ല, അത് നമ്മളുടെ ടെൻഷനും അതും കഴിഞ്ഞിട്ടുള്ളൊരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു വേറൊരു മൂഡാണത്. ഇതെല്ലാം ചെയ്യുക ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ, അല്ലെങ്കിൽ തനിച്ച് വരാട്ടോ. തനിച്ച് വ്ളോഗ് എടുക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇവിടെ കണ്ടായിരുന്നു. സ്വയം എന്റർടൈൻ ചെയ്ത് ചെയ്യണ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും വരാം, എല്ലാവർക്കും വരാം. അപ്പൊ ഓക്കെ, ഇവിടെ അങ്ങനെ പ്രായപരിധി ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്രിപ്പ്. അതും ആൾക്കാർ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഞങ്ങൾ പോകണം, നിങ്ങൾക്ക് അടുത്ത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ട്രക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് ബ്രോ? ഇത് നമ്മളുടെ ഫ്രണ്ടാണ്. എന്താ സുഹൃത്തിന്റെ പേര് പറയും? അൽത്താഫ് ബ്രോ ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾ കണ്ടു മടുത്ത മുഖമായിരിക്കുക. കൈതാന്നാണ് എടുത്തരുത്. ഹായ്, താങ്ക് യു ബ്രോ. ഇവ നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ പോയാ ബാക്കിൽ നിന്നിട്ടാണ്. നമ്മളെങ്ങോട്ടാ പോണത് പറഞ്ഞു കൊടുക്കുക. പൊന്മുടി ഏരിയയിലേക്കാണ് പോണേ. നമ്മള് ഫസ്റ്റ് ഒരു വാട്ടർഫാൾ കവർ ചെയ്യും, കഴിഞ്ഞിട്ട് കുറച്ച് ഡാമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഒരു സൺസെറ്റ് കിട്ടുന്ന രീതിയിലാണ്. പക്ഷെ ഇപ്പൊ ക്ലൗഡിയാണ്, നല്ല നോക്കാം. ട്രക്ക് നമ്മൾ ജസ്റ്റ് ട്രക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ സ്ഥലങ്ങളും നടന്നാ പോകുന്നത്. ഓക്കെ, അത്യാവശ്യം നടന്നൊക്കെ പോകും. ശരി, നമ്മൾ ട്രക്കിനിറങ്ങുവാണ്. അടുത്തിറങ്ങ കാഴ്ചകൾ. നമ്മളുടെ കൂടെ ട്രക്കില് വണ്ടി ഓടിക്കുന്ന അൽത്താഫ് ബ്രോ. കൂടെയുള്ള ആളുടെ പേരെന്താ?
മനാഫ് ബ്രോ, ഇത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ തിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു ജോഷി എന്നൊക്കെ. ഈ വഴിയൊക്കെ കാട്ടാൻ ഇറങ്ങുമോ ബ്രോ? അത് കാട്ടിക്കോളും. രണ്ടുപേരും കൂടി 90കളിലെ തമാശയായിട്ട് ഇറങ്ങിയൊക്കെ പുറകിലിരുന്നിട്ട് വേറെ നമ്മളപ്പോ പൊന്മുടി ജീപ്പ് ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മളുടെ 2 സുഹൃത്തുക്കളുണ്ട്, സഹലും ആഷിഖ് ബ്രോയും. ഇവരുടെ മൂന്നാർ അഡ്വഞ്ചേഴ്സ്. അവർക്ക് തന്നെ ഒരു എന്താ പറയാ, എന്തൊക്കെയാണ് ബ്രോ പ്ലാൻ ചെയ്യണത് നിങ്ങളൊക്കെ? സൈക്ലിംഗ്, ഹൈക്കിംഗ്, ഫോട്ടോഷൂട്ട്, പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താ പറയാ, സിപ്പ് ലൈൻ, ഇതെല്ലാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വന്നത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണകളോ ഇതിനെപ്പറ്റി വലിയ നോളജ് ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ 1-2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ ബന്ധങ്ങൾ വഴി വേറെ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടപ്പോഴത്തേക്കും അവരാണ് എനിക്ക് ഇതേപോലെ സജസ്റ്റ് ചെയ്യുന്നത്. വിഷ്ണു ബ്രോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്, ട്രൈ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാർ വ്ളോഗ് എല്ലാവരും ചെയ്യാറുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യണമെന്നല്ല. എന്നെപ്പോലെ അറിയാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പം ഇത് കാണുന്ന എന്നെപ്പോലെ കഴിവില്ലാത്തത് അറിവട്ടവന്മാരായിട്ടുള്ള കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പ്ലാൻ ചെയ്ത് പോകാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെയും പോകാം അല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞങ്ങൾ നിർബന്ധിക്കുന്നൊന്നുമില്ല, ഞാനും നിർബന്ധിക്കുന്നൊന്നുമില്ല. പെയ്ഡ് പ്രൊമോഷനും അല്ല ഇതൊന്നും. എനിക്കൊരു സഹായം ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എടുക്കാം എടുക്കാതിരിക്കാം. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. തനിച്ച് പോകുമ്പോഴത്തേക്കും കുറേ പെട്ടുവാനായിട്ട് ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ശീലമുള്ളവരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതാണ് നമ്മൾ പോകാൻ പോകുന്ന ഡാം. നമ്മുടെ 3rd സ്പോട്ടാണ് ഡാം. അത് ഈ താഴെ കാണുന്ന മൊത്തം പൊന്മുടി ഫോറസ്റ്റ് റേഞ്ച് ആണ്. ഇത് ഏത് ഡാമാണ്? ഇത് പൊന്മുടി ഡാം. പൊന്മുടി ഡാം പന്നിയാർകുട്ടി ഡാം പ്രൊജക്ട് എന്നാണ് ഇതിന്റെ പേര്, പ്രൊജക്ടിന്റെ പേര്. ഇതിന്റെ തന്നെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡും ഉണ്ട് ഇതിന്റെ അടുത്ത്. 7 കിലോമീറ്റർ അവേ. നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ വഴിക്ക് വരുന്നത്. നമുക്ക് ആ ഇലക്ട്രിസിറ്റി ബോർഡും കൂടെ കണ്ടാണ് നേരെ തിരിച്ചു. ക്ലിയർ ആവാത്തത് ഞാനിതൊന്ന് സൂം ചെയ്ത് കാട്ടിത്തരാം. പിന്നെ അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അത് തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. അതിന്റെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് ക്ലോസ് അടുത്ത് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പോകുന്ന ഒരു വാട്ടർഫാളിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. എന്ത് വാട്ടർഫാൾ? അത് ചുനൈമാക്കൽ വാട്ടർഫാൾ എന്ന് പറയും. അത്ര ഫേമസ് അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു വാട്ടർഫാളാണ്. നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത് ഇൻസൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ വരാത്തത്, നമ്മൾ ജീപ്പ് മാത്രം പോകുന്ന ഒരു സ്ഥലമാണ്. അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ്. നിങ്ങൾക്കും വരാം, ഇവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പേരൊക്കെ തന്നെ. പിന്നെ വാട്ടർഫോൾ കഴിഞ്ഞിട്ട് നമ്മളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അതൊരു 100 year plus ഓൾഡ് ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ്. അത് നേരത്തെ ഒരു വഴിയായിരുന്നു, ഇപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് ഹാങ്ങിങ് ബ്രിഡ്ജ് ആയിട്ട് ടൂറിസം പ്രൊജക്ട് ആയിട്ട് ഇപ്പൊ ചെയ്തേക്കാണ്. അപ്പൊ അതിന്റെ അടുത്ത് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത് തന്നെയാണ് ഡാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാമിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് എക്കോ പോയിന്റ് ഉണ്ട്, അത് കഴിഞ്ഞ് വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഇതിൽ കവർ ചെയ്യുന്നത്. തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളുടെ പ്രൊജക്ട് ഡാം ഇലക്ട്രിസിറ്റി പ്രൊജക്ട് ഉള്ളത്. പ്രൊജക്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾ ഇപ്പോൾ കണ്ടതാണ് പൊന്മുടി ഡാം. എൻ്റെ ഈ ബാക്കി കാണുന്നത്. ഈ വിരൽ ഞാൻ എവിടെയാണെന്ന് നോക്കിയേ. കറക്റ്റ് അല്ലേ ബ്രോ? കൈ ചൂണ്ടുന്നത് കറക്റ്റ് അല്ലേ നോക്കിയേ? വിരലിന്റെ തുമ്പത്തല്ലേ ഡാം ഉള്ളത്? യെസ്, അത് തന്നെ. ഇവിടുത്തെ സിപ്പ് ലൈൻ എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് വേറെ സിപ്പ് ലൈൻ ആണ്, മറ്റേത് വേറെ സിപ്പ് ലൈൻ ആണ്. ഇത് ഏത് വാട്ടർഫോൾസ് ആണ് ബ്രോ? ചുനൈമാക്കൽ വാട്ടർഫോൾസ്. പ്രൈവറ്റ് വാട്ടർഫോൾ. ഇത് കണ്ടിട്ട് പബ്ലിക് പോലെ ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പബ്ലിക് വന്നാലല്ലേ നിങ്ങൾക്ക് കച്ചവടം നടക്കുള്ളൂ. ബാഗ് എടുക്കണ്ടല്ലോ. ഈ തൊപ്പിയും ബാഗും കണ്ണടയൊക്കെ വെച്ചപ്പോ എനിക്കിപ്പോ കറക്റ്റ് ഒരു വീഡിയോഗ്രാഫർ പ്രൊഫഷണലിസം വന്നിട്ടുണ്ട്. ബ്രോസ് ഞാനും വരട്ടെ. ഇവിടെ നീന്താൻ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ആഴമില്ലാത്ത സ്ഥലമാണോ? മിനി ആതിരപ്പള്ളി പോലെ. ഇത് ഫില്ലാകുമ്പോ ഈ മൊത്തം ഫില്ലായി വെള്ളം. ഇവിടെയൊക്കെ വെള്ളം ഇവിടെയൊക്കെ വെള്ളം. വെറുതെ ഉള്ളില് കളസവും ഇട്ട് ആ റിസോർട്ടിൽ ടവൽ അടിച്ച് വേണ്ടിക്കൊണ്ട് വന്നു. കാല് കഴുകിയിട്ട് പോകാനാണെന്ന് വെച്ചെങ്കിൽ ആവശ്യം ഉണ്ടാകുന്നില്ല. ഇറങ്ങണ്ടെങ്കിൽ മൈക്കൂരി വയ്ക്കുക, ദൂരി വയ്ക്കുക. ഇറങ്ങാടാ. എന്നിട്ട് എന്താ കാണിക്കാനാ? എന്തൊക്കെ നല്ല ഇത് പിന്നെ ഡ്രസ് ഇട്ടൊന്നുമല്ലേ അതിന് ചാടാം. ഇതിന് ആഴുമില്ല, പിന്നെ എന്തിനാ കാട്ടിയിട്ട് ഉണ്ട്.
നോക്ക്. വീണേ ഇവിടെ നോക്കണേ മൈക്കളല്ലേ. ഇതല്ല, ഇതിനപ്പുറം ചാടി കിടന്നവനാണ്. എല്ലാ സൈഡും മൊത്തം നിറഞ്ഞു വീഴും. കുറച്ച് വെള്ളം കുറവാണ്. മഴ തീർന്ന ഒരു സമയമാണല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം കുറവാണ്. അല്ലെങ്കിൽ ആ സൈഡ് മൊത്തം ഫില്ലായിട്ട്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ചുനൈമാക്കൽ വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞു. റിട്ടേൺ പോകുവാണ്. ഇനി എവിടെയൊക്കെ ബ്രോ പോകാനുള്ളത്? എങ്ങോട്ട് ഓടണം? ഇവിടെ നിൽക്കി. പിന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു ഡാം ഉണ്ട്, പിന്നെ എക്കോ പോയിന്റ്, പിന്നെ വ്യൂ പോയിന്റ്. 4 സ്ഥലം കൂടെയാണ്. 4 സ്ഥലം കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് കിട്ടുമോ? അപ്പോഴേക്കും ചാൻസ് ഉണ്ട്. ചാൻസസ് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്തു. ബസ് ഇപ്പം ഓക്കെ. ഞാൻ എല്ലായിടത്തും എടുത്ത സ്ഥലങ്ങൾ നമുക്കത് ഇത്രയും ട്രാവലിംഗ് ഇല്ല, കുറച്ച് ട്രാവലിംഗ്. വാട്ടർഫോൾ കാണാൻ വന്നിട്ട് കുടുംബത്തിലെ പരദൂഷണം കണ്ടിരിക്കുന്നത് ചേച്ചിയാൻ നോക്കുമ്പോഴത്തേക്കും. അത് ശരിയാണോ ചെയ്തത്? ഇതല്ല നമ്മുടെ വണ്ടി. ഇവനാണ് ഈ ഡോർ തുറന്നു കൊടുത്തത്. എല്ലാവർക്കും തുറക്കുന്നു ഒരു സെക്കൻഡ്, അടക്ക് ഡോർ തന്നെ തുറന്ന് കേറടാ. അവൻ്റെ ഒരു തൊപ്പി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. തുറന്ന് ആകാരം നോക്കണേ. ഇവനത് ശീലമുണ്ട്, പോലീസ് ഓടിക്കുമ്പോഴേ ഇങ്ങനെ ഓടിക്കാറുള്ളത്. മറ്റേ ചുരുളിയിൽ പറഞ്ഞല്ലോ, നീ കൊള്ളാലോടെ കൊച്ചിനെ. ഇവിടെ നിന്നല്ല സിപ്പ് ലൈൻ തുടങ്ങണ. സിപ്പ് ലൈൻ എവിടെയാ? മറ്റേ ഏറ്റവും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വരാൻ നിർന്നത് അവിടെയൊക്കെ ഭയങ്കര സീനായിരുന്നു. അരിക്കുമ്പം തിരിച്ചു വന്നു. വെള്ളത്തിൽ കൂടിയാ ഈ പാലം വന്നിട്ടൊരു 3 മാസം ആയിട്ടുണ്ട്. അതായിരുന്നു കാണുന്ന രസം. അതാണ് രസം. പക്ഷേ വെള്ളം കൂടുതൽ വരുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമ്മളപ്പോൾ ഞങ്ങളിപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ അവിടെ ഉണ്ട്. ഭയങ്കര തിരക്കാണല്ലോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്, തൂക്കുപാലം. നമ്മൾ ഡ്രോൺ മേടിച്ചതെന്ന് പറഞ്ഞാ വിഷ്ണു, ഡ്രോൺ കുറച്ചും കൂടി റിസ്കിൽ പറപ്പിക്കണോ? എല്ലാം പിടിച്ചോ, കംപ്ലീറ്റ് പിടിച്ചു. അതെന്താ എല്ലാ കപ്പല പായല നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ്, നമ്മൾ പോയ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഡാമിലെ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ വേണം. ഇതാണ് ഷട്ടർ. ഗൈസ്, ഇപ്പൊ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടാവും, കാട്ടിക്കൊടുത്തിടാ. പൊന്മുടി ഡാം അല്ലേ? ഇതിന്റെ എന്താണ് ഇവിടെ? ഇത് പന്നിയാർകൂട്ടി പ്രൊജക്റ്റ് ആണ്. ഇതിന്റെ ഇലക്ട്രിസിറ്റി വരുന്നത് പന്നിയാർകൂട്ടിയിലാണ്. ഇവിടെ കുറച്ച് മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് തമിഴ് മൂവീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓർഡിനറി സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. കുറെ സീൻസ് ഒക്കെ ഓർഡിനറിയുടെ ഈ ഒരു ഏരിയയിലാണ് വന്നേക്കുന്നത്. ഷൂട്ട് ചെയ്ത് വേറെ സ്ഥലത്താന്ന് പറയുമെങ്കിൽ കുറെ ഷൂട്ടൊക്കെ നമ്മുടെ ഇടുക്കി ഭാഗത്തൊക്കെ കൂടുതലും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇത് ലാസ്റ്റ് ഓർഡിനറിയുടെ ക്ലൈമാക്സിലല്ല, ആസിഫ് അലി ചാടുന്നതൊക്കെ ഈ പൊന്മുടി ബ്രിഡ്ജ് ഇവിടെ നിന്നാണ്. ഇതിനെ വേറെ എക്കോ പോയിന്റ് ഒന്നും പറയുമല്ലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം. പക്ഷെ ഞാൻ വന്നുകൊണ്ട് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുന്നതാണ്. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ മല ടോപ്പിലേക്ക്. അപ്പൊ ടോപ്പിൽ പോകുമ്പോൾ നമുക്ക് ആദ്യം പോയി വാട്ടർഫാൾ കാണാം. ഈ ഡാമിന്റെ ഒരു വ്യൂ ആണ്. പിന്നെ മൊത്തത്തിൽ അപ്പുറം വേറെ സൈഡ് ഒരു ഹില്ലിന്റെ വ്യൂ. നമുക്ക് അങ്ങോട്ട് കിട്ടുമല്ലോ. യെസ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാടുകാണി ഹിൽ സ്റ്റേഷനിലാണ്. ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ആ ഹിൽ സ്റ്റേഷൻ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റൊക്കെ പോയി. നല്ല ഭാഗ്യം, നല്ല ഐശ്വര്യം. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല വെട്ടമുണ്ടായിരുന്നു. മേ ബി ഫോണിൽ ലൈറ്റ് കുറവാണ്. ഇതാണ് ആ പോയിന്റ്. നാടുകാണി ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ പോയിന്റാ ഹിൽ സ്റ്റേഷൻ. എന്താണെങ്കിലും അത് തന്നെ കാണാനൊക്കെ നല്ല രസമുണ്ട്. ബ്രോ, നാടുകാണി ഹിൽ സ്റ്റേഷൻ അല്ലേ?
അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ. നമ്മളിപ്പോൾ ട്രക്ക് കഴിഞ്ഞ് റിട്ടേൺ പോകുവാണ്. ഇന്നത്തെ ട്രക്ക് കഴിഞ്ഞിട്ട് ഈ ടൈമായി ഇവിടെ ഫുൾ ഇരുട്ടും ഇതൊക്കെയാണ്. ഇവിടെ എങ്ങും ലൈറ്റും ഇല്ല. സർക്കാർ ഇവിടെയൊക്കെ ഒന്ന് കണ്ണെത്തിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. എന്താണ് ഇവിടുത്തെ നിവാസികളായ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെപ്പറ്റി? ഗസ്റ്റ് പേടിക്കാനാണെങ്കിൽ സത്യത്തിൽ അപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് സർക്കാർ ഇവിടെ ലൈറ്റ് ഇടും, ഞങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുന്നല്ല പറഞ്ഞിട്ട് തോന്നി. യെസ് ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മളുടെ ട്രക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം ലേറ്റായി, ഇരുട്ടിയിട്ടുണ്ട്. ഇതാണ് റോഡ്. നമ്മൾ ഫ്ലാഷൊക്കെ വെച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഇതിപ്പോൾ കഴിഞ്ഞ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ റിട്ടേൺ ഞങ്ങൾ സ്റ്റേജ് ആണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് ആള് വെളുപ്പിനും നമ്മൾ ഇറങ്ങുന്നുണ്ട്. അത് വേറെ ട്രക്ക്. പറഞ്ഞു കൊടുക്കല്ലേ, ഞാൻ മിണ്ടാതിരിക്കുകയല്ലേ. അത് പോകുമ്പോഴല്ലേ നാളെ കാണിക്കേണ്ടത്. നാളെ നമ്മൾ ഇറങ്ങുന്നുണ്ട് ഇതേപോലെ തന്നെ. അതും സെയിം ടീമാണ്. ഇവര് തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞത്. ബ്രോ വെളുപ്പിന് ഇറങ്ങാൻ പറ്റുമോ, കാലത്ത് എണീക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങണം ബ്രോ? നമുക്ക് 3 മണിക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങണം, ഇറങ്ങണം. അപ്പൊ ഞങ്ങൾ 3:30ക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് സ്റ്റേജിന്റെ അങ്ങോട്ടേക്ക് എത്തും. ഈ ട്രിപ്പിൽ ഞങ്ങൾ അഡ്വൈസ് ചെയ്തത് നമ്മുടെ സഹൽ ബ്രോന്റെയും ആഷിഖ് ബ്രോന്റെയും മൂന്നാർ അഡ്വഞ്ചേഴ്സ് ആണ്. അവരെ ഉള്ളതുകൊണ്ട് ഞാനും അശ്വതും കൂടിയാണ് വന്നത്. ഞങ്ങൾ ഒറ്റയ്ക്ക് വരാനുള്ള പ്ലാനിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു വെച്ചെങ്കിൽ ഇപ്പൊ ഇതേപോലെ ഒന്നും നടക്കൂല, മൂഞ്ചി പോയേനെ. ഇത് ഇവർ വന്നുകൊണ്ട് കുറച്ച് ഹെൽപ്ഫുള്ളായി. നിങ്ങൾക്കും ഇതേപോലെ വലിയ ശീലമൊന്നും ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാമല്ലേ? എന്റെ പേര് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കും. അപ്പൊ നിങ്ങള് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ പോകാനാണ്, ധിക്കാരികളാണെങ്കിൽ നിങ്ങൾ പൊക്കോളൂ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ബൈ, നമുക്ക് നാളെ കാണാം. ഇന്നത്തെ കഴിഞ്ഞു. ബൈ.